ഇറാന്റെ മണ്ണിൽ അമേരിക്ക നടത്തിയ വിനാശകരമായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ വാഷിംഗ്ടണിൽ കടുത്ത ഭാഷയിൽ അന്ത്യശാസനം നൽകിക്കൊണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയൊരു ആക്രമണത്തിനാണ് അമേരിക്ക മുതിരുന്നതെങ്കിൽ അതിന് നിമിഷങ്ങൾക്കകം അതിശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് ടെഹ്റാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. വൻ ശക്തികൾ തമ്മിലുള്ള സമാധാന ചർച്ചകളുടെ സാധ്യതകളെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് ഇറാന്റെ ഈ പുതിയ നിലപാട്. അമേരിക്കൻ ഭരണകൂടത്തിന് നേരിട്ട് നൽകിയ സന്ദേശത്തിൽ നിങ്ങൾ ആക്രമിച്ചാൽ നിങ്ങൾക്കും ശക്തമായ പ്രഹരമേൽക്കുമെന്ന തീക്ഷ്ണമായ വാക്കുകളാണ് ഗാലിബാഫ് ഉപയോഗിച്ചത്. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും സൈനികമായി ഏതറ്റം വരെ പോകാനും ഇറാൻ സജ്ജമാണെന്നതിന്റെ തെളിവാണെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാന്റെ മണ്ണിൽ US നടത്തിയ 90ഓളം സൈനിക കേന്ദ്രങ്ങളിലെ ബോംബാക്രമണത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന ഔദ്യോഗിക പ്രതികരണമാണിത്. ഇറാന്റെ പരമാധികാരവും പ്രാദേശിക സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിൽ രാജ്യം ഒട്ടും പിന്നോട്ടില്ലെന്ന ദൃഢനിശ്ചയമാണ് ഗാലിബാഫിന്റെ വാക്കുകളിൽ ഉടനീളം നിഴലിച്ചു നിന്നത്. പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം തങ്ങളുടെ അതിർത്തികൾ ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ ശക്തിയെയും നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും വ്യക്തമാക്കി. ഈ പ്രസ്താവനയോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണവും അപകടകരവുമായ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മുഹമ്മദ് ബാഖർ ഗാലിബാഫിന്റെ ഈ കടുത്ത നിലപാട് ഇറാന്റെ വിദേശ നയത്തിലും സൈനിക തന്ത്രത്തിലും വന്ന വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെയും അന്താരാഷ്ട്ര മധ്യസ്ഥതയിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് ഇറാൻ മാറിക്കഴിഞ്ഞു എന്നതിന്റെ കൃത്യമായ സൂചനയാണിത്. അമേരിക്കയുടെ ആവർത്തിച്ചുള്ള പ്രകോപനങ്ങളാണ് തങ്ങളെ ഈ ഒരു തീവ്ര നിലപാടിലേക്ക് നയിച്ചതെന്ന് ഇറാൻ ഭരണകൂടം വിശ്വസിക്കുന്നു. വാഷിംഗ്ടണിലെ പെന്റഗൺ വൃത്തങ്ങൾ ഈ മുന്നറിയിപ്പിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇറാന്റെ മണ്ണിൽ തങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ പ്രയോഗങ്ങൾക്കുള്ള മറുപടിയായിരുന്നു എന്നാണ് അമേരിക്കയുടെ വാദം. എന്നാൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ പരമാധികാര അതിർത്തിക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ടെഹ്റാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഗാലിബാഫിന്റെ പ്രസ്താവന പുറത്തു വന്നതോടെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും നാവികസേനയുടെ കപ്പലുകളും അതീവ ജാഗ്രതാ നിർദ്ദേശത്തിലാണ്. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ US സാന്നിധ്യത്തിന് നേരെ ഏതു നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന് പെന്റഗൺ ഭയപ്പെടുന്നു. വരും മണിക്കൂറുകളിൽ ഇരു വിഭാഗത്തിന്റെയും നീക്കങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. മേഖലയിലെ പ്രമുഖ ശക്തിയായ ഇസ്രായേലും ഈ സാഹചര്യത്തെ അതീവ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന ഏത് നീക്കവും തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ലബനൻ, യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ വഴിയുള്ള പ്രാദേശിക യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ നേരത്തെ നൽകിയിരുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ ഗാലിബാഫിന്റെ പുതിയ പ്രസ്താവനയോടെ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് താവളങ്ങളോ വ്യോമപാതയോ തുറന്നു നൽകുന്ന നാറ്റോ അംഗരാജ്യങ്ങളും തങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാണെന്ന ഇറാന്റെ നിലപാട് യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ കടുത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് പാശ്ചാത്യ സഖ്യത്തിനുള്ളിൽ പുതിയ തന്ത്രപരമായ ഭിന്നതകൾക്ക് വഴി തുറന്നേക്കാം. ഇസ്ലാമാബാദ് ധാരണാപത്രം തകർന്നതിന് ശേഷം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടന്നിരുന്ന എല്ലാ അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കും ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്ന ഇരു വിഭാഗത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രകോപനങ്ങൾ അതിരുകടന്ന സാഹചര്യത്തിൽ ഒരു നയതന്ത്ര പരിഹാരത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. ആഗോള ഊർജ്ജ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ഈ യുദ്ധപ്രതീതി വല്ലാതെ ഒലിച്ചിട്ടുണ്ട്. ഇറാൻ സ്പീക്കറുടെ കടുത്ത മുന്നറിയിപ്പ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര വിപണി ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുയർന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കു നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ ലോകമെമ്പാടും കടുത്ത വിലക്കയറ്റത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും ഇത് കാരണമായേക്കാം. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവ വികാസങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകണമെന്ന കാര്യത്തിൽ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും ജനങ്ങളും ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാണ് ഗാലിബാഫ് നൽകുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും തങ്ങളെ ദുർബലപ്പെടുത്തില്ലെന്ന് തെളിയിക്കാൻ ഇറാൻ ഭരണകൂടം പരമാവധി ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ടീമിനെ ലക്ഷ്യമിട്ടുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അമേരിക്കൻ അഹങ്കാരത്തിന് തങ്ങളുടെ സൈനിക ശേഷിയിലൂടെ മറുപടി നൽകുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് വ്യക്തമാക്കുന്നത്. വാഷിംഗ്ടണിന്റെ സൈനിക നടപടികളെ വെറും അടിച്ചമർത്തൽ തന്ത്രമായി കണ്ട് അതിനെ ശക്തമായി പ്രതിരോധിക്കാനാണ് ഇറാന്റെ തീരുമാനം. റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര ചേരി ഇറാന്റെ ഈ പുതിയ നിലപാടിനെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നത് സുപ്രധാനമാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക കടന്നുകയറ്റങ്ങളെ മുൻപും എതിർത്തിട്ടുള്ള ഈ വൻ ശക്തികൾ ഇറാനിലെ അമേരിക്കൻ ആക്രമണങ്ങളെ അപലപിക്കാൻ സാധ്യതയുണ്ട്.
ഇത് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു ശീതയുദ്ധ സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചേക്കാം. ഗൾഫ് രാജ്യങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹവും കടുത്ത ഭീതിയിലാണ്. യുദ്ധം കനക്കുകയാണെങ്കിൽ വിമാന സർവീസുകൾ തടസ്സപ്പെടാനും സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാതകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പശ്ചിമേഷ്യൻ മേഖല ഇപ്പോൾ ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ മണ്ണിൽ നിന്നോ ഗൾഫിലെ താവളങ്ങളിൽ നിന്നോ ഇനിയൊരു മിസൈൽ ഇറാനിലേക്ക് കുതിച്ചാൽ അതിനുള്ള ഇറാന്റെ തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്നാണ് ഗാലിബാഫിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ലോകത്തെ ഒരു മൂന്നാം മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചേക്കാവുന്ന ഒരു കനത്ത പോരാട്ടത്തിന് തുടക്കമാണോ ഇതെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഭയപ്പെടുന്നത്.